ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അതിനെക്കുറിച്ചുള്ള റഫ് വീഡിയോ ആണ് ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് എൻട്രൻസ് എക്സാം എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് അഡ്മിഷന് ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും അവർ കോളേജസൊക്കെ അലോട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിൻഡോ നമുക്ക് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് LBS സൈറ്റിൽ ഓപ്പൺ ആവും. അത് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കോളേജിൻ്റെ ലിസ്റ്റൊക്കെ ഓപ്ഷനിൽ കൊടുത്തിട്ട് നമ്മളുടെ റാങ്ക്, പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന കോളേജ് ഓപ്ഷൻസ് ആൻഡ് നമ്മളുടെ റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ കൂടി ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് കോളേജസൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ മൊത്തം 3 സ്റ്റേജസ് ഓഫ് അലോട്ട്മെൻ്റ് ആണ് വരുന്നത്. രണ്ടെണ്ണം ഓൺലൈൻ അലോട്ട്മെൻ്റ് ആണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്. പിന്നെ ഇത് കഴിഞ്ഞിട്ടും കോളേജസിലൊക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ സ്പോട്ട് ഓർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ അതിൽ തന്നെ ഓപ്ഷൻ കാണും, സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണും. അതിൽ കയറിയിട്ടാണ് ഓപ്ഷൻസൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൽ ലിസ്റ്റ് ഓഫ് കോളേജസ്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കോളേജസിൻ്റെയും ലിസ്റ്റ് കാണും. അതിൽ നമുക്ക് ഏത് കോളേജിലാണോ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത് ആ കോളേജ് സെലക്ട് ചെയ്തിട്ട് അതിന് നമ്പർ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ CET കോളേജിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി CETക്കാണ് കൊടുക്കേണ്ടത്. അതിൽ ഓപ്ഷൻ നമ്പർ നമ്മളാണ് കൊടുക്കേണ്ടത്. ഓപ്ഷൻ നമ്പർ അവർ കൊടുക്കത്തില്ല. നമ്മൾ ഓപ്ഷൻ നമ്പർ കൊടുത്തിട്ട് കോളേജ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കോളേജ് നമ്മൾ ഏതാണോ പ്രിഫർ ചെയ്യുന്നത് അവിടെ ഓപ്ഷൻ നമ്പറിൽ 1 കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന കോളേജ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ സെക്കൻഡ് കോളേജ് നമ്മൾ ഏതാണോ പ്രിഫർ ചെയ്യുന്നത് സെക്കൻഡ് 2 നമ്പർ ഇട്ടിട്ട് സെക്കൻഡ് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ തേർഡ് കോളേജ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് 3 നമ്പർ ഇട്ടിട്ട് വേറെ കോളേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഏത് കോളേജിലാണോ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത്, നമുക്ക് ഏത് കോളേജിലാണോ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത് ആ കോളേജിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആ കോളേജ് ഫസ്റ്റ് ഓപ്ഷനിൽ വെക്കണം. ബാക്കിയുള്ളതൊക്കെ അതിന് താഴെയുള്ള ഓപ്ഷൻസിൽ വെച്ചാൽ മതി. ആൻഡ് ഇതിൽ നമുക്ക് വെച്ചിട്ട് സബ്മിറ്റ് കൊടുക്കാം. ഇതിൽ മൊത്തം അപ് ടു 20 ഓപ്ഷൻസ് വരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി ഏതാണോ അതിൽ മാത്രം സ്റ്റാർട്ടിങ് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് കിട്ടിയാലും ജോയിൻ ചെയ്യൂല എന്ന് ഉറപ്പുള്ള കോളേജസിൻ്റെ ലിസ്റ്റ് അതിൽ കൊടുക്കണ്ട. ആൻഡ് പിന്നെ ഇത് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കണം. ആൻഡ് ഇത് ഒരു ടൈം പീരിയഡ് കൊടുക്കും. ഇപ്പോൾ 27th ജൂലൈ ടു 7th ഓഗസ്റ്റ് ഇങ്ങനെ ഒരു ടൈം പീരീഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടൈം പീരീഡിൻ്റെ അകത്ത് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ഇതുവരെ നമുക്ക് ഓർഡേഴ്സൊക്കെ റീഅറേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റും. ഈ ടൈം പീരീഡ് എൻഡായി കഴിയുമ്പോൾ ഇത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അവർ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മളുടെ ഹോം പേജിൽ അലോട്ടഡ് കോളേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കോളേജ് നെയിമും പിന്നെ അതിന് നമുക്ക് പേ ചെയ്യാനുള്ള ഫീസിൻ്റെ ഡീറ്റെയിൽസും അതിൽ കാണും. അപ്പോൾ ആ ഫീസ് നമ്മൾ അടയ്ക്കണം. ഫീസ് അടച്ചില്ലെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് പോവും, ഫർദർ അലോട്ട്മെൻറ്റ്സിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ള ഫീസ് നമ്മൾ പേ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഫീസ് അടച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ആൻഡ് എന്തെങ്കിലും പ്രയോറിറ്റീസ് മാറ്റണമെങ്കിൽ പ്രയോറിറ്റീസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ മൊത്തം ഒരു 10 കോളേജിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് കിട്ടിയത് 5th കോളേജ്, ഞാൻ 5th ആയിട്ട് വെച്ച കോളേജാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 5th താഴെയുള്ള 6 to 10 വരെയുള്ള കോളേജസ് എല്ലാം ഡിലീറ്റ് ആയി പോകും. 1 to 5 വരെയുള്ള കോളേജ് മാത്രമാണ് അടുത്ത നെക്സ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എനിക്ക് ഈ കോളേജ് മതിയെങ്കിൽ ഈ കോളേജിൻ്റെ ഫീസ് പേ ചെയ്തിട്ട് സൈറ്റിലാണ് നമ്മൾ ഫീസ് പേ ചെയ്യേണ്ടത്. അപ്പോൾ സൈറ്റിൽ ഫീസ് പേ ചെയ്തിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അല്ല വേറെ കോളേജ് വേണമെന്നുണ്ടെങ്കിൽ ഫീസ് പേ ചെയ്തിട്ട് നമുക്ക് ഓപ്ഷൻ്റെ പ്രയോറിറ്റീസ് എല്ലാം മാറ്റി വയ്ക്കാം. ആൻഡ് അതിൽ ഇപ്പോൾ 10 കോളേജസിൻ്റെ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കിട്ടിയത് 5th കോളേജെങ്കിൽ 5th താഴെയുള്ള ഓപ്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. 5th മേളിലുള്ള ഓപ്ഷൻസ് മാത്രമേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് നമുക്ക് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഇതെല്ലാം വരുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കോളേജസിൽ അഡ്മിഷൻ എല്ലാം എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ കോളേജ് കിട്ടി. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൻ്റെ ഫീസ് കൂടുതലാണ്. ഇതിൻ്റെ ഫീസ് കുറവാണെങ്കിൽ നമുക്ക് ഫീസ് അടയ്ക്കണ്ട, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫീസ് അടയ്ക്കണ്ട. ആൻഡ് നമ്മൾ ആദ്യം അടച്ചതിൻ്റെ എക്സ്ട്രാ പൈസ കാണത്തില്ല, അത് നമുക്ക് റീഫണ്ട്
റീഫണ്ട് ആയിട്ട് കിട്ടും. ആൻഡ് പിന്നെ ഇപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ഫീസ് കുറവാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൂടുതൽ ഫീസുള്ള കോളേജ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് അടച്ച കോളേജ് ഫീസില്ലേ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഉള്ള ഫീസ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പേ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് മെമ്മോ എടുത്തിട്ട് കോളേജിൽ പോയിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എല്ലാം കോളേജിൻ്റെ വേക്കൻസീസ് ബേസ് ചെയ്തിട്ടായിരിക്കും. വേക്കൻസി ഉണ്ടെങ്കിൽ സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് ഒക്കെ വരും, വേക്കൻസി ഇല്ലെങ്കിൽ വരത്തില്ല. ആൻഡ് ഇതിൽ ഫീസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് 2023-24 ബേസ് ചെയ്തിട്ടുള്ള ഫീസ് സ്ട്രക്ചറാണ്. ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോളേജസ് ആണെങ്കിൽ, ഇൻ ജനറൽ ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോളേജ് ആണെങ്കിൽ 7,640 ആണ് ഫീസ് ഉള്ളത്. ഇത് ചിലപ്പോൾ 5% ഹൈക്ക് ഉണ്ടാവും ഈ ഫീസിൽ. ആൻഡ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഓർ പ്രൈവറ്റ് കോളേജസ് ആണെങ്കിൽ ടോക്കൺ ഫീ ആയിട്ട് 10,000 നമ്മൾ പേ ചെയ്യണം. ആൻഡ് ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോളേജസിൽ 7,640 പേ ചെയ്താൽ മതി. ആൻഡ് ഇതിൽ 5% ഹൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ ഫീസ് കൺസെഷൻ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ SC, ST, OEC, പിന്നെ ഇതുപോലെ ഫീ കൺസെഷൻ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഈ ടോക്കൺ ഫീസ് 1,000 മാത്രം പേ ചെയ്താൽ മതി. ആൻഡ് ഇത്രേ ഉള്ളൂ അലോട്ട്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു റഫ് ഡീറ്റെയിൽസ്. ഇനി ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ റിലീസ് ചെയ്യാം. ലൈക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡെമോ വീഡിയോ റിലീസ് ചെയ്യാം. താങ്ക്